ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ശാലിനിയും ശിവനും തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ ആഴം കൂടി വരുന്ന കാഴ്ചയാണ്. ശിവനുമായി ഇത്രയും നാളും അകൽച്ച കാണിച്ച ശിവനിൽ നിന്ന് അകന്നു നിൽക്കാൻ ശാലിനി, ശിവനെ വെറുത്തുപോയ ശാലിനി ഒടുവിൽ പല നിർബന്ധങ്ങൾക്കും വഴങ്ങി ശിവനെ അംഗീകരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ വീട്ടിൽ ശിവൻ തുടർന്നു പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ശിവൻ പറഞ്ഞതനുസരിച്ച് ശാലിനി പ്രകാശിനെ കണ്ടെത്തുന്നതിന് വേണ്ടി റസാഖിന്റെ അരികിലെത്തി പരാതി അറിയിക്കണം. റസാഖിനോട് ശാലിനി പറയുന്നത് മഹേന്ദ്രൻ എന്ന ആളുടെ നാടകത്തിന് മുന്നിൽ റസാഖ് വീണു പോവുകയാണ് ചെയ്തതെന്നതായിരുന്നു. റസാഖിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശാലിനി സ്റ്റേഷനിലേക്ക് എത്തി പരാതി അറിയിക്കുന്നത്. ശരിക്കും കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ലിനെ കൃത്യമായി തന്നെ ഇവിടെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ടുനിന്ന റസാഖ് പറഞ്ഞു, മേഡം, അദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ള വിവാഹം, പ്രകാശുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു അയാൾ ഇവിടെ പറഞ്ഞതെല്ലാം എന്ന് അറിയിച്ചപ്പോ ശാലിനി പറഞ്ഞു, അയാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു റസാഖ്. മാത്രമല്ല അയാൾ ഒരു ഒന്നാം തരം നടൻ കൂടിയാണ്. അതുകൊണ്ട് റസാഖിനെ മനഃപൂർവ്വം അയാൾ പറ്റിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നത്. അയാളുടെ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി അയാൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ടുള്ള എല്ലാ വഴിയും തുറന്നു കൊടുക്കുകയാണ് റസാഖ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. റസാഖ് കരുതിയതുപോലെ അത്ര നല്ലൊരു മനുഷ്യനല്ല ഈ മഹേന്ദ്രൻ എന്ന് പറയുന്ന ആള്. അയാള് കുറുക്കന്റെ ബുദ്ധിയാണ് എന്നറിയിച്ചപ്പോ റസാഖ് പറഞ്ഞു, മേഡം, എന്തായാലും ഇതിന്റെ കാര്യത്തിൽ ഞാൻ നടപടി ഉണ്ടാക്കാമെന്ന് അറിയിച്ചപ്പോ ശാലിനി ചോദിച്ചു, ഇനി ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണമെന്നാണ് റസാഖിന്റെ ആവശ്യമെങ്കിൽ അതിനും തയ്യാറായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അറിയിച്ചതോടെ റസാഖിന്റെ മുന്നിൽ ശാലിനി അങ്ങനെ ഒരു ആവശ്യം അറിയിച്ചപ്പോ, എന്തായാലും ഇത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് മേഡം, തീർച്ചയായിട്ടും ഇതിനുള്ള പരിഹാരവും ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാമെന്ന് റസാഖ് അറിയിച്ചു. ആദ്യം തന്നെ അയാളുടെ വീടും ഓഫീസും ഗോഡൌണും ഒക്കെ ഞാൻ പരിശോധിച്ചോളാം. അയാളുടെ ഇങ്ങനെയുള്ള ഒരു നീക്കം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് റസാഖ് അറിയിക്കുമ്പോൾ അത് കേട്ട് തന്നെ ശാലിനി പറഞ്ഞു, റസാഖ്, തീർച്ചയായിട്ടും അയാളുടെ ഗോഡൌണിലായിരിക്കും പ്രകാശ് ഉണ്ടാവുക, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അയാളുടെ കൂർമ്മ ബുദ്ധി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് എത്രയും വേഗം പ്രകാശിനെ കണ്ടെത്തിയേ തീരുവെന്ന് ശാലിനി നിർബന്ധപൂർവ്വം റസാഖിനോട് പറയുമ്പോൾ നേരം വളരെ വൈകി കഴിയുമ്പോഴേക്കും രാത്രിയായ സമയത്ത് രാഘവൻ നായരെ കാണാത്ത ആശങ്കയിലായിരുന്നു പിള്ളച്ചേട്ടനും പൊന്നിയും എല്ലാവരും. ഇക്കാര്യം സത്യാമ്മയെ അറിയിക്കുന്നതോടെ എല്ലാവരും വീട് മുഴുവൻ പരിശോധിച്ചു. എങ്ങും തന്നെ രാഘവൻ നായരെ കാണാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷനിലായി. രാഘവൻ നായരെ ഇത്രയും നേരമായിട്ടും കണ്ടെത്താൻ കഴിയാത്തതിനെ കുറിച്ച് സത്യാമ്മ എല്ലാവരോടും അന്വേഷിച്ചു. ഇത്രയും ആളുകൾ ഈ വീട്ടിലുണ്ടായിട്ടും ഒരാൾക്ക് പോലും ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയത് കണ്ടെത്താനോ ഇറങ്ങിപ്പോയത് കാണാനോ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് സത്യാമ്മ ചോദിക്കുമ്പോ പൊന്നി പറഞ്ഞത്, ഞാൻ രാഘവൻ സാറിന് കുളിക്കാനുള്ള വെള്ളം എടുത്തു വെച്ച് കുഴമ്പ് തേക്കാനായിട്ട് സാറിനെ അന്വേഷിച്ച് റൂമിലേക്ക് ചെന്നപ്പോഴാണ് സാർ അവിടെ ഇല്ല എന്നത് മനസ്സിലാക്കിയെന്ന് പൊന്നി അറിയിച്ചു. പിള്ളേച്ചനും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു, എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കാറുള്ള രാഘവൻ സാറ് ഇന്ന് എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ഒരു കാര്യത്തിനും എന്റെ സഹായമോ എന്നെ കൂടെ കൂട്ടുകയോ ചെയ്തില്ല സാറെന്ന് പരാതിയോടെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ഇത് കേട്ട് വന്ന സത്യാമ്മ പറയുന്നത്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്കാർക്കും ഇതൊന്നും മനസ്സിലാക്കാനോ കണ്ടെത്താനോ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇത്ര ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാഘവേട്ടൻ പുറത്തിറങ്ങിയത് കാണാതിരുന്നത് എന്നതായിരുന്നു. അപ്പോഴാണ് പിള്ള പറഞ്ഞത്, ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സത്യാമ്മേ, ഇത്രയും നേരമായിട്ട് രാഘവൻ സാറിനെ കാണാതായതെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, സാറ് പോയിരിക്കുന്നത് ശിവന്റെ അടുത്തേക്കായിരിക്കും, അല്ലാതെ മറ്റെവിടേക്കും ആയിരിക്കില്ല. ഏതു നേരവും വിഷ്ണു കുഞ്ഞിന്റെ ചിന്ത മാത്രമാണ് രാഘവൻ സാറിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ശിവൻ പുറത്തെല്ലാം പോയി തന്റെ കാര്യങ്ങളെല്ലാം തീർത്ത് തിരിച്ച് ലോഡ്ജിലേക്ക് എത്തിയതാണ്. തന്റെ കീ അന്വേഷിച്ച് ആ റിസപ്ഷന്റെ മുന്നിൽ എത്തിയപ്പോ കീ എടുത്തു കൊടുത്ത ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ശിവേട്ടന് ഒരു ഗസ്റ്റ് ഉണ്ട്, ആളെ ഞാൻ വിളിച്ച് റൂമിൽ കൊണ്ട് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതോടെ ശിവനാകെ സംശയമായി. അതാരാ, എനിക്കൊരു ഗസ്റ്റ് എന്ന് സംശയപ്പെട്ട് വേഗം ശിവൻ റൂമിലേക്ക് എത്തി. അപ്പോഴാണ് തന്റെ ബെഡിൽ കയറി കിടക്കുന്ന രാഘവൻ നായരെ ശിവൻ കണ്ടത്. ഉടനെ ശിവൻ വല്ലാത്ത ഞെട്ടലോടെ രാഘവൻ നായർ അരികിലേക്ക് ചെന്നു. അച്ഛനോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ മോനെ, നീ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? എത്ര നേരമായി നിന്നെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുന്നു, നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? നിന്നെ വിളിച്ചതല്ലേ അവിടേക്ക് വരാൻ പറഞ്ഞ്?
അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അതിങ്ങനെ ഈ അച്ഛനെ മറന്നിട്ടാണോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? എത്ര തവണ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇനി എന്തായാലും നീ വീട്ടിലേക്കില്ലെങ്കിൽ ഞാനും അവിടേക്ക് പോകുന്നില്ല. നീ ഇല്ലാതെ ഇനി ഞാൻ അവിടേക്ക് മടങ്ങി പോവില്ല എന്ന് രാഘവൻ തറപ്പിച്ചു പറയുമ്പോ ഇത് കേട്ട് എന്ന ശിവൻ പറഞ്ഞു, അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറയല്. അച്ഛൻ വന്നേ, ഇവിടെ ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ രാഘവനാര് പറഞ്ഞു, ഇല്ല, നീ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെയാണ് കൂടുന്നത്. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ ജോലി കാര്യത്തിന് വേണ്ടി എടുത്ത ലോഡ്ജ് അല്ലേ, ഇവിടെ എങ്ങനെയാ അച്ഛൻ കിടക്കുന്നതായെന്ന് ചോദിച്ചപ്പോ, നിനക്കിവിടെ കഴിയാവല്ലോ, അത്രയും വലിയൊരു വീട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതേ നിനക്കൂടി അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാ, എന്നിട്ട് നീ അവിടെ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനാ? ഇത് നമ്മുടെ ജോലിക്കാരത്തിന് എടുത്ത ലോഡ്ജ് അല്ലേ, അപ്പൊ പിന്നെ ഇവിടെ വന്ന് കിടക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. നീ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഈ കട്ടിലിന്റെ ഈ സൈഡിൽ ഞാൻ അങ്ങ് കിടന്നോളാം, നീ ഇപ്പുറത്ത് കിടന്നോ എന്ന് പറഞ്ഞ് രാഘവൻ അവിടെ കിടന്നു. ഇത് കണ്ടതും ഉടനെ ശിവൻ പറഞ്ഞു, ഇല്ല, അച്ഛൻ ഇവിടെ കിടക്കണ്ട, ഞാൻ വരാം. അങ്ങനെ ശിവൻ മറുപടി നൽകിയതോടെ രാഘവൻ നായർക്ക് വലിയ സന്തോഷേ. അങ്ങനെ വഴിക്ക് വാ, എന്നാ നമുക്ക് പോകാം ഇപ്പൊ തന്നെ എന്ന് രാഘവൻ നായർ സമ്മതിച്ചു. അങ്ങനെ ശിവൻ രാഘവൻ നായരുടെ കൂടെ പോകാനായിട്ട് തയ്യാറാകുമ്പോ ശിവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ വിഷ്ണു, നീ ഇല്ലാതെ അച്ഛന് പറ്റില്ലടാ. നീ അച്ഛന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്നുള്ള സന്തോഷത്തിലല്ലേ അച്ഛൻ ജീവിക്കുന്നത്. നീ അച്ഛന്റെ കൂടെ വേണം. ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ, പിരിഞ്ഞിരിക്കാൻ ഈ അച്ഛനാവില്ല. അത് നീ എന്താടാ മോനെ മനസ്സിലാക്കാത്തത്? എടാ പൊന്നു മോനെ വിഷ്ണു, നീ അല്ലാതെ ഈ അച്ഛന് വേറെ ആരും ഇല്ലടാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ ആ അച്ഛന്റെ സഹായാവസ്ഥയും തന്നോടുള്ള സ്നേഹവും, മകനെ എത്രത്തോളം അച്ഛൻ സ്നേഹിക്കുന്നു എന്നറിയുന്ന ശിവന്റെ മനസ്സിൽ ആ അച്ഛനോട് ഒരു അനുകമ്പയും സ്നേഹവും തോന്നും. ഒടുവിൽ രാഘവൻ നായരുടെ നിർബന്ധത്തിന് വഴങ്ങി പോകാൻ ശിവൻ തയ്യാറാക്കി. അങ്ങനെ ശിവന്റെ ബൈക്കിൽ രാഘവൻ നായരും ശിവന്റെ കൂടെ ആ രാത്രി യാത്ര വല്ലാതെ ആസ്വദിച്ച് അങ്ങനെ ആ ബൈക്കിന് പിന്നിൽ ഇരുന്ന് മുന്നോട്ട് പോകുമ്പോ ശിവനോട് രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ കുറച്ചുകൂടി സ്പീഡിൽ പോടാ, കുറച്ചുകൂടി സ്പീഡിൽ പോ എന്ന് പറഞ്ഞപ്പോ, ശരി അച്ഛൻ പിടിച്ചിരുന്നോ കേട്ടോ എന്ന് പറഞ്ഞ് ശിവനും ആ അച്ഛന്റെ സന്തോഷത്തിനോടൊപ്പം ചേർന്നു. അപ്പോഴാണ് സത്യാമ്മ ഇത്രയും നേരമായിട്ട് രാഘവൻ നായരെ കാണാത്തത് കൊണ്ട് ശിവൻ ഇനി അവിടേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പിള്ളച്ചേട്ടന്റെ അഭിപ്രായത്തെ മാനിച്ച് സത്യാമ്മ പറഞ്ഞു, ഇനിയിപ്പോ ശിവന്റെ ആ ലോഡ്ജിൽ പോയി എങ്ങനെ അന്വേഷിക്കുക, ശിവൻ അവിടെ എത്തിയിട്ടുണ്ടാവുമോ? എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ശാലിനിയെ വിളിച്ച് പറയാം, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശിവന്റെ അടുത്ത് ചെന്ന് രാഘവേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറയാം എന്ന് പറഞ്ഞ് സത്യാമ്മ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് ശാലിനിയുടെ കാറ് വരുന്നത് കണ്ടു. ഉടനെ പിള്ളച്ചേട്ടൻ പറഞ്ഞു, ദേ ശാലിനി കുഞ്ഞിങ് എത്തിയല്ലോ സത്യാമ്മ എന്ന് നിരാശയോടെ പറയുമ്പോഴേക്കും ശാലിനി വന്ന് ഇറങ്ങിയതോടെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് സിറ്റോട്ട് നിൽക്കുന്നത് കണ്ടു. ശാലിനി അരികിലേക്ക് എത്തി ചോദിച്ചു, എന്തോ ഒരു സത്യാമ്മേ, എന്താ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, അത് പിന്നെ മോളെ ശാലിനി, ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. രാഘവേട്ടനെ കുറച്ചു നേരമായിട്ട് കാണാനില്ല. രാഘവേട്ടൻ ആ വിഷ്ണുവിന്റെ അടുത്തേക്ക് ശിവന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ് പിള്ള പറയുന്നത്. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ ഒന്ന് പോയെന്ന് അന്വേഷിക്കണം. അക്കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നെന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, ഇത്രയും നേരമായിട്ടും അച്ഛനെ കാണുന്നില്ലെന്നോ? അപ്പോ ആരും അച്ഛനെ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഇതിപ്പോ ശിവന്റെ അടുത്തേക്ക് തന്നെയാ പോയെന്ന് എങ്ങനെയാ അറിയുന്നത് എന്ന് ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ശിവന്റെ ബൈക്കിന് പിന്നിൽ ഇരുന്നുകൊണ്ട് രാഘവൻ നായർ ആ വീട്ടിലേക്ക് എത്തിയത്. വീട്ടുമുറ്റത്തേക്ക് ശിവന്റെ ബൈക്ക് വന്ന് നിന്നതും പിന്നിൽ നിന്ന് രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ ഇറങ്ങുന്നത് കണ്ട് എല്ലാവരും ആകെ അന്തിച്ചു നോക്കുക. ദേ രാഘവൻ സാറ് ബൈക്കിന്റെ പിന്നിലോ എന്ന് അതിശയപ്പെട്ടുകൊണ്ട് പിള്ള വേഗം പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും രാഘവൻ നായരെ പിടിച്ചിറക്കാനായിട്ട് പിള്ള അരികിലേക്ക് ഓടിച്ചെന്നതും രാഘവൻ നായർ പറഞ്ഞു, വേണ്ട വേണ്ട, എന്നെ ഇറക്കാനേ എന്റെ മോനുണ്ട് എന്ന് പറഞ്ഞ് രാഘവൻ നായരെ പിള്ളയോട് തന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിള്ള മാറി നിൽക്കുന്ന നേരത്ത് ശിവൻ പറഞ്ഞു, പിള്ളച്ചേട്ടാ അച്ഛനെ പിടിച്ചിറക്ക്. ഉടനെ രാഘവൻ നായരെ പിള്ളയോട് ദേഷ്യപ്പെട്ടു. അത് ശരി, താൻ എന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും താനങ്ങ് മാറി നിൽക്കുവാണോ? എടോ എന്നെ പിടിച്ചിറക്കടോ എന്ന് പറഞ്ഞ് ശിവനും കൂടി ചേർന്ന് രാഘവൻ നായരെ അവിടെ നിന്ന് ഒരു വിധത്തിൽ പിടിച്ച് ബൈക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. പിന്നീട് രാഘവൻ നായരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് പിള്ള ശ്രമിക്കും. എന്നാൽ പറഞ്ഞു, ഇനി വേണ്ട തന്റെ സഹായം, എന്റെ മോൻ പിടിച്ചോളും. അങ്ങനെ ശിവന്റെ തോളിൽ ചേർന്ന് നിന്നുകൊണ്ട് രാഘവൻ നായർ പതിയെ അകത്തേക്ക് കയറി വരുമ്പോ സിറ്റോട്ട് നിൽക്കുന്ന ശാലിനിയെ കണ്ടിട്ട് രാഘവൻ നായർ പറഞ്ഞു, മോളെ ഇത് കണ്ടോ, ഞാൻ ഇവനെ ഇങ്ങനെ കൈയോടെ പിടിച്ചോണ്ട് പോന്നു, എന്റെ വിഷ്ണുവിനെ. അതെ, ഇവനെ എല്ലാവരോടും പിണങ്ങി അവിടെ ലോഡ്ജിൽ പോയി കിടക്കാൻ പോയതാ. അല്ലെങ്കിലും ഇവന്റെ അമ്മയാണല്ലോ എല്ലാത്തിനും കാരണം. ഭാമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ മോനെ നീ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കില്ല എന്റെ സ്വഭാവം, ഞാൻ ഇനി എന്റെ മോനോടെ പോയി അങ്ങ് താമസിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ശാലിനി ശിവനെ നോക്കി വല്ലാത്ത രൂക്ഷമായിട്ട് നോട്ടത്തോടെ കലിതുള്ളി ശാലിനി അങ്ങ് നിൽക്കുകയാണ്. ഉടനെ രാഘവൻ നായർ ശാലിനി നോക്കിയിട്ട് പറഞ്ഞു, ഇടി മോളെ, കണ്ടോ, അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാ. ഇനി നിങ്ങൾ ആരും ഇവനോട് വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട കേട്ടോ. ഇവൻ അവിടെ പോയി കിടക്കേണ്ടവനല്ല, ഇവനും കൂടി ഉണ്ടാക്കിയതാ ഈ വീട്. അതുകൊണ്ട് ഇവൻ ഇനി ഇവിടെ കിടന്നാ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ നിൽക്കുമ്പോഴേക്കും ഉടനെ സത്യാമ്മ പറഞ്ഞു,
പിള്ള പിള്ള രാഘവേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി ആ മരുന്നൊക്കെ എടുത്ത് കൊടുത്തേ എന്ന് പറഞ്ഞു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അതെ വേണ്ട, മരുന്നൊക്കെ എന്റെ മോൻ എനിക്ക് എടുത്തു തന്നോളും. പിന്നെ എന്തായാലും അവൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലേ അവൻ തന്നെ എനിക്ക് മരുന്ന് എടുത്തു തരുമെന്ന് പറഞ്ഞപ്പോ എന്തായാലും രാഘവേട്ടൻ അകത്തേക്ക് ചെല്ല എന്ന് സത്യാമ്മ നിർബന്ധിച്ചു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എന്റെ മോൻ എന്നെ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അച്ഛൻ എന്തായാലും അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നോളാം, ഞാൻ തീർച്ചയായിട്ടും മുറിയിലേക്ക് വരാം എന്ന് രാഘവൻ നായരെ സമാധാനപ്പെടുത്തി ശിവൻ പറഞ്ഞയക്കുന്നു. ഒടുവിൽ മോൻ വരുമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും രാഘവൻ നായർ പോയെന്ന് ഉറപ്പായതോടെ ശിവൻ വേഗം സത്യാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, സത്യാമ്മേ എന്നാ ഞാൻ ഇറങ്ങുവാ. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ശിവനൊന്ന് നിന്നേ, ഇപ്പൊ പോയി കഴിഞ്ഞാലേ ശിവൻ ഇവിടുന്ന് പോയെന്ന് അറിഞ്ഞാൽ വീണ്ടും ബഹളം ഉണ്ടായിക്കൊണ്ട് വരും രാഘവേട്ടൻ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും രാഘവൻ നായർ വാതുക്കലേക്ക് എത്തി. എടാ മോനെ വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് വന്നതും, അല്ല നീ ഇതിപ്പോ എവിടെ പോവാ, നീ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് മരുന്ന് എടുത്തു തരാമെന്ന്, എന്നിട്ട് നീ ഇപ്പൊ എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു വരെ പോകണം. അത് കേട്ടതോടെ രാഘവൻ നായർ മുഖമൊക്കെ മാറി വല്ലാത്ത ഗൗരവത്തോടെ പറഞ്ഞു, എടാ നീ ഇപ്പൊ പുറത്തോട്ടൊന്നും പോകണ്ട, അത്രയ്ക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്നും തൽക്കാലം ഇനി രാത്രി നീ ചെയ്യേണ്ടതില്ല. അതെ, ആരെയും ബോധിപ്പിക്കാനൊന്നും പോകണ്ടല്ലോ, ഇതിന്റെ ഈ ജോലിയുടെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ നീ തന്നെയാ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നീ ഇനി അച്ഛനോട് ബഹളം വെക്കാനൊന്നും വരണ്ട. തൽക്കാലം നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല, ഇത് എന്റെ തീരുമാനമാണ്, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ നോക്ക് എന്ന് രാഘവൻ നായർ നിർബന്ധപൂർവ്വം ശിവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. ശിവനെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അങ്കലാപ്പി നിൽക്കുമ്പോഴേക്കും ശാലിനിയെ നോക്കുന്ന ശിവനോട് രാഘവൻ നായർ പറഞ്ഞു, അതെ അവളൊന്നും പറയാൻ പോകുന്നില്ല, നീ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ നിന്നാ മതി, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെടുന്നു. ഉടനെ ശിവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ അങ്കലാപ്പിൽ അങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നായർ ശിവനോട് പറഞ്ഞു, നീ ഇങ്ങ് കയറി വന്നേ, എനിക്ക് വളരെ വിശക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം, എത്ര നാളായി, നീ ഇങ്ങ് വന്നേ മോനെ എന്ന് പറഞ്ഞ് ശിവനെ അരികിലേക്ക് വരാനായിട്ട് രാഘവൻ നായർ വിളിച്ചു. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു, സാറേ ഞാൻ സാറിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോ, വേണ്ട എന്റെ മോനുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ, നീ വന്നിട മോനെ എന്ന് പറഞ്ഞ് ശിവനെ അരികിലേക്ക് വിളിച്ചു. ശിവൻ രാഘവൻ നായരെ ചെന്ന് പിടിച്ചതും വേഗം അകത്തേക്ക് പോകാൻ തുടങ്ങിയ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ ഇങ്ങി വന്നേ, വല്ലാത്ത വിശപ്പ്, വേഗം ഭക്ഷണം വിളമ്പിക്കേ എന്നറിയിച്ചു. അങ്ങനെ ശിവനെ ഡൈനിങ് ടേബിൾ കൊണ്ടുപോയി നിർത്തിയതിനു ശേഷം രാഘവൻ നായര് പൊന്നിയെ വിളിക്കുകയാണ്. പൊന്നി വേഗം ഇങ്ങി വന്നേ, എന്റെ മോനെ കഴിക്കാൻ ഭക്ഷണം എടുത്ത് വിളമ്പിക്കേ എന്ന് പറഞ്ഞ് രാഘവൻ നായര് പൊന്നിയോട് ഭക്ഷണം വിളമ്പാനായിട്ട് നിർബന്ധിച്ചു. പൊന്നി അകത്തേക്ക് വന്നതും സത്യാമ്മയോട് രാഘവൻ നായർ പറഞ്ഞു, ഭാമേ നീ നോക്കി കഥ വേഗം വിളമ്പിക്കേ. അങ്ങനെ ശിവന് ഭക്ഷണം വിളമ്പി വെക്കുകയാണ്. അതിനുശേഷം രാഘവൻ നായർ പറഞ്ഞു, അതെ അടുത്ത ആ കസേരയുടെ അവിടെ കൊണ്ട് ഒരു പ്ലേറ്റ് വെച്ച് ഭക്ഷണം വിളമ്പാനായിട്ട് പറഞ്ഞപ്പോ സത്യാമ്മ ചോദിച്ചു, അല്ല രാഘവേട്ടൻ അവന്റെ അടുത്ത് ഇരുന്ന് കഴിക്കാനാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ അവിടെ എനിക്കിരിക്കാനല്ല. അത് കേട്ടതോടെ സത്യമാകെ ഞെട്ടലോട് നോക്കി. പിന്നെ ആർക്കാ അവിടെ വിളമ്പാൻ പറഞ്ഞത് എന്ന് സത്യമ്മ ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, അവിടെ ഇരിക്കേണ്ടതേ എന്റെ ശാലിനി മോളാ, അവൾക്ക് വേണ്ടിയാ ഭക്ഷണം വിളമ്പാൻ പറഞ്ഞത്, അവൾക്ക് ഭക്ഷണം വിളമ്പാനായിട്ടാ ഞാൻ അറിയിച്ചത്, വേഗം വിളമ്പി വെച്ചേ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അയ്യോ അച്ഛാ എനിക്കിപ്പോ ഭക്ഷണം വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പോഴേക്കും സത്യാമ്മയും പറഞ്ഞു, അതെ എന്തായാലും രാഘവേട്ടൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, നിങ്ങൾ ഒന്നിച്ച് കഴിച്ചു, ശാലിനിയും ഞാനും കൂടി പിന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതെ അങ്ങനെ പിന്നെ ഇരിക്കാനല്ല, ഇപ്പോ എന്റെ മോന്റെ കൂടെയാ അവളിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്, അവളുടെ ഭർത്താവായിരിക്കുന്നത്, മനസ്സിലായോ, അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നാ കഴിക്കേണ്ടത്. അപ്പോഴേക്കും ശാലിനി ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോഴേക്കും രാഘവൻ നായർ വിളിച്ചു, മോളെ ശാലിനി അവിടെ നിന്നേ, അച്ഛനായി പറയുന്നത്, മര്യാദയ്ക്ക് അവിടെ വന്നിരുന്നേ, അല്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അന്യരെ പോലെ നിൽക്കുന്നത്, വേഗം അവന്റെ അടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയേ എന്ന് പറഞ്ഞപ്പോ ശാലിനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ശാലിനി പോകാൻ തുടങ്ങിയപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, മോളെ അച്ഛനല്ലേ ഈ പറയുന്നത്, അച്ഛൻ പറഞ്ഞ മോൾ അനുസരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ എനിക്കിപ്പോ വിശപ്പില്ല എന്ന് പറഞ്ഞതും പറ്റില്ല ഇവിടെ ഇരുന്നേ പറ്റൂ എന്ന് രാഘവൻ നായർ നിർബന്ധിച്ചു. ഒടുവിൽ ശിവന്റെ ചേറിനടുത്തേക്ക് അരികിലേക്ക് ചെന്ന് ശാലിനി ചേറ് വലിച്ച് അവിടെ ഇരിക്കാൻ തയ്യാറായി. അങ്ങനെ രാഘവൻ നായരുടെ നിർബന്ധപ്രകാരം ശാലിനിക്കും കൂടി ഭക്ഷണം വിളമ്പുന്നു. ശിവൻ ആകെ വിഷമത്തോടെ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടുന്നറിയാതെ ആകെ അങ്കലാപ്പിൽ അങ്ങനെ ശിവൻ അവിടെ ഇരിക്കുമ്പോഴേക്കും ശാലിനിക്ക് നിർബന്ധപൂർവ്വം ഭക്ഷണം വിളമ്പുകയാണ്. രാഘവൻ നായരുടെ നിർബന്ധപ്രകാരം ഭക്ഷണം വിളമ്പുകയാണ് ഭാമയും. അപ്പോഴാണ് ശാരദാമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിന്നത്. ശാരദാമ്മ ആകെ അതിശയപ്പെട്ട് നോക്കുമ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് രേഷ്മ പുറത്തേക്ക് ഇറങ്ങി. രേഷ്മയെ കണ്ടതോടെ ശാരദാമ്മ അരികിലേക്ക് ചെന്നു. മോളെന്താ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഒരു കാര്യം ഉണ്ടായി ശാരദാമ്മേ, അക്കാര്യം പറയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ, എന്നാ മോളിങ്ങി വന്നേ, അകത്തേക്ക് പോര്, നമുക്ക് അകത്ത് നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വേഗം ശാരദാമ്മ രേഷ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ രേഷ്മയെ തന്നെ മുറിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം വാതിലടച്ചിട്ട് ശാരദാമ്മ അകത്തേക്ക് കയറി. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും രേഷ്മ വേഗം അവിടെ ഇരിക്കുന്ന
വിഷ്ണുവിന്റെ ആ ഫോട്ടോയാണ് ശ്രദ്ധിച്ചത്. ടേബിളിൽ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ഫോട്ടോ കണ്ടതും ശാരദാമ്മ പറഞ്ഞു, അതെ, ഇത് ഇവിടെ ഇരുന്ന ഒരു പഴയ ഫോട്ടോയാ. അത് ഇന്നലെ ഞാൻ ഇവിടെ എല്ലാം നോക്കിയപ്പോ അത് മേശയ്ക്കകത്തിരിക്കുന്ന കണ്ടു. അത് പിന്നെ പൊടിയൊക്കെ തുടച്ച് ഞാൻ എടുത്ത് വെച്ചതാ എന്ന് ശാരദാമ്മ രേഷ്മയോട് പറയുമ്പോഴേക്കും രേഷ്മ ആ ഫോട്ടോ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ശാരദാമ്മേ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവനെ കുറിച്ചുള്ളതൊക്കെ മറക്കാൻ ശ്രമിച്ചാലും നമ്മളെ അവൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മ ശാലിനിയെ നോക്കി. എന്താ മോളെന്താ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ രേഷ്മയെ നോക്കുമ്പോഴേക്കും ഉടനെ രേഷ്മ പറഞ്ഞു, അതെ ശാരദാമ്മേ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ വന്നിട്ട് ഞാൻ വിഷ്ണുവിന്റെ ആ ചിതാഭസ്മമായിട്ട് നേരെ പോയത് കളക്ടറേറ്റിലേക്കാണ്, ശാലിനിക്കരികിലേക്ക്, ശാലിനിയെ കാണുവാനായിട്ട്. അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, എന്നിട്ട് അവിടെ ചെന്നപ്പോ അങ്ങോട്ട് ഞാൻ പോയത് ഒരു ഓട്ടോയിലായിരുന്നു. ഓട്ടോ അവിടെ ചെന്നിറങ്ങിയപ്പോഴേക്കും ആ ഓട്ടോ ഡ്രൈവർ എന്നോട് കൂടുതൽ പണം ചോദിച്ചു. ഒടുവിൽ അവൻ ബലമായി എന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് പിടിച്ചു വാങ്ങി. അതിനുള്ളിലായിരുന്നു വിഷ്ണുവിന്റെ ചിതാഭസ്മം ഇരുന്നത്. ആ ബാഗുമായിട്ട് അവൻ പോകാൻ തുടങ്ങുമ്പോ അത് കേട്ടതോടെ ശാരദാമ്മ ഞെട്ടി. എന്നിട്ട് എന്താ മോളെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്നിട്ടല്ലേ ശാരദാമ്മയെ അത്ഭുതം, ഞാൻ ആ ബാഗുമായി അവൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു രക്ഷകനെ പോലെ അവിടെ ഒരാളങ്ങെത്തി. ആ ഓട്ടോക്കാരനെ പിടിച്ചു നിർത്തി അവന് രണ്ടടിയും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് എനിക്ക് വാങ്ങിച്ചു തന്നു. അത് വേറെ ആരും അല്ലായിരുന്നു ശാരദാമ്മേ, ശിവനായിരുന്നു. വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആ ശിവൻ, അവനാണ് എന്റെ അടുത്തേക്ക് ഓടി വന്നതും ആ ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങിച്ച് എനിക്ക് തിരിച്ചു ഏൽപ്പിച്ചതും. അയാളെ കണ്ടതോടെ ഞാൻ അതിശയപ്പെട്ടു നോക്കിയിരുന്നു. സത്യത്തിൽ വിഷ്ണു നമ്മളിൽ നിന്ന് എന്നേക്കുമായി പോയെങ്കിലും അവൻ നമ്മളെ വിട്ടു പോകാൻ തയ്യാറല്ല ശാരദാമ്മേ. ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ നമ്മളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശാരദാമ്മയോട് രേഷ്മ അറിയിച്ചു. അല്ല എങ്കിൽ കൃത്യസമയത്ത് അവിടെ എന്തിനായിരിക്കും ശിവൻ വരുന്നത്? ഇങ്ങനെയൊരു കാര്യം നമുക്ക് സംരക്ഷിക്കാനായി, നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ആത്മാവ് ഒരു അത്ഭുത ശക്തിയായി അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് അവിടെ എത്തി എന്നെ അവൻ സഹായിച്ചത്. അതുകൊണ്ട് ശാരദാമ്മേ, അവന് നമ്മളെ വിട്ടു പോകാനാവില്ല, അത് തീർച്ചയാണ്. ഒരിക്കലും അവൻ നമ്മളിൽ നിന്ന് അകന്നു പോവുകയുമില്ല എന്ന് ശാരദാമ്മയോട് രേഷ്മ പറയുമ്പോൾ അതെല്ലാം കേട്ട് ഞെട്ടലോടെ ശാരദാമ്മ നിൽക്കുന്നു. അതിനുശേഷം ശാലിനി ഓഫീസിലേക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശാലിനിക്ക് അരികിലേക്ക് ശിവൻ എത്തുന്നു. ശിവനെ അന്നത്തെ രാത്രിയിൽ അവിടെ കിടക്കാനായി സത്യാമ്മ നിർബന്ധിച്ചതുകൊണ്ട് രാഘവൻ നായർ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും എന്നുള്ളതിനാൽ ശിവൻ അവിടെ അന്നൊരു ദിവസം തങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു. ഒടുവിൽ ശാലിനിയുടെ മറുപടിയോ ശാലിനിയുടെ തീരുമാനമൊന്നും അറിയാത്തത് കൊണ്ട് സത്യാമ്മയുടെ നിർബന്ധപ്രകാരം ശിവൻ അവിടെ കഴിയുകയും പിറ്റേന്ന് രാവിലെ ശാലിനി പോകാനായി റെഡിയായി വരുമ്പോഴാണ് ശിവൻ അരികിലേക്ക് ചെല്ലുന്നത്. ശാലിനി പോകാനായി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ശിവൻ വിളിച്ചു. ശാലിനി ആ വിളി കേട്ടതും ശാലിനി ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും ശിവൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ, സോറി, ഇന്നലെ രാത്രിയിൽ തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അച്ഛന്റെ നിർബന്ധപ്രകാരം അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്ന് എന്ന് ശാലിനി സങ്കടത്തോടെ ശാലിനിയോട് ശിവൻ ക്ഷമ ചോദിക്കുമ്പോൾ അത് കേട്ട് എന്ന ശാലിനി പറഞ്ഞു, അതില് പ്രത്യേകിച്ച് തനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ലെന്നും അച്ഛന്റെ ഈ രോഗാവസ്ഥ കാരണമാണ് ഇനിയെല്ലാം സംഭവിക്കണമെന്നും സത്യം എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം കളക്ടറേറ്റിൽ എത്തിക്കഴിയുമ്പോഴേക്കും ശാലിനിക്കിട്ട് സുസ്മിതയുടെ വക വലിയൊരു കെണി ഒരുക്കി വെച്ചിരുന്നത് കൊണ്ട് കളക്ടറേറ്റിൽ എത്തിയ ശാലിനിയെ കാണുവാനായിട്ട് നേരത്തെ തന്നെ പാടശേഖരത്തിന്റെ ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. നാട്ടുകാരുടെ പ്രതിനിധിയായിട്ടുള്ള ആളുകളും കുറച്ച് നാട്ടുകാരും കൂടി ശാലിനിയെ കാണുവാനായിട്ട് വന്നത്. ശാലിനി അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞതും ശാലിനിയെ കണ്ട ഉടനെ തന്നെ അവർ ശാലിനിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. മേഡം, കഴിഞ്ഞ ദിവസം പാടശേഖരത്തിനടുത്ത് കുറെ ആളുകൾ എത്തുകയും അവര് വയൽ നികത്താനായിട്ടുള്ള ശ്രമവുമായിട്ടാണ് വന്നതെന്ന് ശാലിനി അറിയിച്ചു. അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ താൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് മേഡത്തിന്റെ അനുമതിയോടുകൂടിയാണ് അവര് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നതായിരുന്നു. അത് കേട്ടതോടെ ശാലിനി ആകെ ഞെട്ടി. ഞാൻ അങ്ങനെ ഒരു അനുമതി കൊടുത്തെന്നോ, ആരാ ഈ പറഞ്ഞത് എന്ന് ശാലിനി അന്വേഷിക്കുമ്പോഴേക്കും അവർ ശാലിനിയുടെ കയ്യിലേക്ക് ആ പേപ്പർ നീട്ടി. ദാ ഇതിലിട്ടിരിക്കുന്ന സൈൻ മേഡത്തിന്റെ തന്നെയല്ലേ എന്ന് ചോദിച്ച് ആ പാടശേഖരം നികത്തുന്നതിന് വേണ്ടിയുള്ള ഓർഡർ നൽകിക്കൊണ്ടുള്ള കളക്ടറുടെ സൈനോട് കൂടിയുള്ള ആ പേപ്പേഴ്സ് കണ്ടതോടെ ശാലിനി ആകെ ഞെട്ടുന്നു. ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് എന്ന് ശാലിനി തറപ്പിച്ച് പറയുമ്പോഴേക്കും ആ നാട്ടുകാരോടൊപ്പം വന്ന അവരുടെ പ്രതിനിധികളും നാട്ടുകാരും ശാലിനിയെ അവിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിന്റെ പേരിൽ മേഡത്തിനെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവർ പോകുമ്പോഴേക്കും ശാലിനി ആകെ നിരാശയിലായി. ഈ ഒരു പ്രതിസന്ധിയെ താൻ എങ്ങനെ തരണം ചെയ്യുമെന്നറിയാതെ ശാലിനി ആകെ ടെൻഷനോടെ നിൽക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശങ്കയിൽ ശാലിനി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയ ADM ജോൺ അബ്രഹാമിനെ അഭിനന്ദിക്കുകയായിരുന്നു സുസ്മിത.
ജോൺ അബ്രഹാം സുസ്മിതയോട് പറഞ്ഞു, എന്തായാലും മേഡത്തിന്റെ കൃത്യസമയത്തുള്ള വരവ് എന്തായാലും കൊള്ളാം. ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ പേരിൽ ചെറിയൊരു പണി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. അത്രത്തോളമായിരുന്നു അവളുടെ നെകളിപ്പ്. എന്തായാലും ഇതൊരു മുട്ടൻ പണി തന്നെയാ അവളുടെ കരിയറിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവൾ രക്ഷപ്പെടാനായിട്ട് കുറച്ചുനാൾ വെള്ളം കുടിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും മാഡം എന്ന് പറഞ്ഞ് സുസ്മിതയോട് നന്ദിയോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ADM ജോണിനോട് താൻ ഈ ചെയ്ത പ്രവൃത്തിക്കുള്ള കടപ്പാടും അതിനുമേലുള്ള പാരിതോഷികവും തീർച്ചയായിട്ടും തനിക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് സുസ്മിത ADM ജോൺ അബ്രഹാമിന് വാക്ക് നൽകുന്നു.